ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ക്യൂ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയപ്പോൾ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അതുകൊണ്ട് ഫർദർ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം ഇന്നായത് ആദ്യം ഔട്ട് ആവും. അതായത് ജസ്റ്റ് നമ്മുടെ നോർമൽ ക്യൂ പോലെ തന്നെ നമ്മളൊരു ഫിലിം തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുവാനായിട്ട് നിൽക്കുവാണെങ്കിൽ ആദ്യം നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം ടിക്കറ്റ് കിട്ടുന്നത്. ആദ്യം വന്ന് നിൽക്കുന്ന ആൾക്ക് ആദ്യം ടിക്കറ്റ് കിട്ടും, ആൾക്ക് തിയേറ്ററിനകത്തോട്ട് കയറാം. രണ്ടാമത് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് അടുത്തത് കിട്ടുക. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ക്യൂ ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ ഫിഫോ ആയിരിക്കും. ക്യൂ നമുക്ക് വേണമെങ്കിൽ അറേസ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, ഈവൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് വരെ നമുക്ക് ക്യൂസ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എൻ്റെ പക്കലൊരു അറേ ഉണ്ട്. അതിൻ്റെ സൈസ് n ആണ് എന്ന് വിചാരിക്കാം നമുക്ക്. ഇനീഷ്യലി എനിക്ക് രണ്ട് വേരിയബിൾസ് കാണാം. ക്യൂവിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ക്യൂവിൻ്റെ റിയറും എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന വേരിയബിളാണ് റിയർ എന്ന് പറയുന്നത്. ക്യൂവിൻ്റെ റിയർ ഭാഗം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിയർ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇനീഷ്യലി ഞാൻ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആയിട്ടും റിയർ -1 ആയിട്ടും ആയിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഞാൻ ഫസ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് എല്ലായ്പ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. ഓക്കെ, ഒരു നോർമൽ സിമ്പിൾ ക്യൂവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഫ്രണ്ട് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. സോ ഞാൻ ഫസ്റ്റ് എലമെന്റ് 8 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ എ ഓഫ് 0ക്ക് അകത്തോട്ടേക്കായിരിക്കും ഈ 8 എന്ന് പറയുന്ന എലമെന്റ് ഇൻസേർട്ട് ആവുന്നുണ്ടായിരിക്കാം. ഒപ്പം റിയറിന്റെ വാല്യൂ +1 ചെയ്യും. റിയർ ഇസ് ഈക്വൽ ടു റിയർ +1 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിയർ ഇസ് ഈക്വൽ ടു 1 ആയിട്ട് നിൽക്കും. സോ ഫസ്റ്റ് എലമെന്റിലോട്ടായിരിക്കും ഫ്രണ്ടും റിയറും ഫസ്റ്റ് ടൈം തന്നെ നമ്മളൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് എലമെന്റ് ഒരു 15 എന്ന് പറയുന്ന എലമെന്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് വിൽ സ്റ്റേ അറ്റ് 0. പക്ഷേ റിയർ ഇസ് ഈക്വൽ ടു റിയർ +1 ആവും. സോ കറന്റ്ലി റിയറിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? റിയർ ഇസ് ഈക്വൽ ടു റിയർ +1 എന്ന് പറയുമ്പോൾ 0 + 1 ഇസ് ഈക്വൽ ടു 1 അല്ലേ? റിയറിന്റെ വാല്യൂ 1 ആയിട്ട് മാറും. ദെൻ അടുത്തൊരു എലമെന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ റിയറിന്റെ വാല്യൂ എന്തായി മാറും? 2 ആയിട്ട് മാറും. അതായത് എ ഓഫ് 2. ഓക്കെ, അതിലോട്ടായിരിക്കും അടുത്ത എലമെന്റ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് റിയർ ഇസ് ഈക്വൽ ടു റിയർ +1 അപ് ടു n-1 വരെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റിയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് n ആണ്. അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. സോ 0 to n-1 വരെ എനിക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ റിയറിന്റെ വാല്യൂ n-1 വരെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എനിക്ക് ഈ ഒരു അറേക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. എൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് പറയുന്ന ഒരു ടെർമിനോളജിയാണ് എൻ ക്യൂ, അഡീഷൻ ഓഫ് എൻ എലമെന്റ് ടു ദ ക്യൂ. നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഒരു കാര്യം ചെക്ക് ചെയ്യണം, ക്യൂ ഫുൾ ആണോ എന്നുള്ളത്. അതായത് റിയർ എന്ന് പറയുന്നത് <n ആണ് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിയർ <n ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അറേ ഓഫ് റിയറിലോട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത്. റിയർ ഇസ് ഈക്വൽ ടു റിയർ +1 ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോസ് റിയർ ഇസ് ഈക്വൽ ടു n ആണെന്ന് വിചാരിക്കുക. റിയർ ഇസ് ഈക്വൽ ടു n ആണെങ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ആൻ ഓവർഫ്ലോ. അതായത് അറേ ഫുൾ ആണ് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ എൻ ക്യൂ ഓപ്പറേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് 1 ആണ് വരുന്നത്. അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇനി അനദർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിലീഷൻ ആണ്. DQ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതായത് റിമൂവൽ ഓഫ് എൻ എലമെന്റ് ഫ്രം ദ ക്യൂ. അപ്പം നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യം, DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ആദ്യം തന്നെ റിയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? > 0 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ,
അതുപോലെ തന്നെ another operation that we can perform on a queue is we can retrieve the friend of a queue. വേറൊന്നുമില്ല, ഫ്രണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ എ ഓഫ് 0 എടുത്താൽ മതിയാവില്ലേ? കാരണം എ ഓഫ് ഫ്രണ്ട് എന്ന് പറയുന്നത് എ ഓഫ് 0 ആണ്, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് നമുക്ക് ക്യൂവിലെ അങ്ങനെ പ്രിന്റ് ചെയ്യാനായിട്ട്, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. അനദർ ഓപ്പറേഷൻ ഈസ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ യൂഷ്വലി ഒരു അറേ എങ്ങനെയാണോ പ്രിന്റ് ചെയ്യുന്നത് 0 to n-1 വരെ നമ്മൾ എങ്ങനെയാണ് ഫോർ ലൂപ്പിനകത്തിട്ട് പ്രിന്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് രണ്ട് പോയിന്റേഴ്സ് കാണും, ഫ്രണ്ടും റിയറും. ഫ്രണ്ട് പോയിന്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റത്തിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റിയർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഐറ്റത്തിനെ ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതുപോലെ തന്നെ അറേക്കകത്ത് നമ്മൾ പെർഫോം ചെയ്ത പോലെ തന്നെ NQ DQ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്തും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. NQ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ ആണ്. റിയറിന്റെ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കറണ്ട് റിയർ ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ വാല്യൂ നമുക്ക് ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ NQ ഓപ്പറേഷൻ വഴി സാധിക്കും. DQ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എന്താണോ അത് നമ്മൾ നള്ളാക്കും, എന്നിട്ട് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ഫ്രണ്ട് ഡോട്ട് നെക്സ്റ്റ് ആക്കി ഇടും. അത്രയാണ് DQ ഓപ്പറേഷനകത്ത് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് എന്നാണ് ഫസ്റ്റ് ഔട്ട് ഫോർമാറ്റിലാണ് നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യൂസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ക്യൂസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മിനിമം 2 സ്റ്റാക്സ് എങ്കിലും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ അത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യൂഷ്വലി എത്ര നമ്പർ ഓഫ് സ്റ്റാക്സ് വേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ക്യൂ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പറയാത്തത് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂസ് അവൈലബിൾ ആണ്. അതാണ് ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ആ ഓരോ ടൈപ്പും ഇവിടെ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്യൂ അത് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർഷനും ഡിലീഷനും ബോത്ത് എൻഡിൽ നിന്നും പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ എ ഓഫ് 0 എന്ന് മാത്രമല്ലേ ഇൻസേർഷൻ ചെയ്യുന്നുണ്ട്, എ ഓഫ് 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നതും ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതും. അങ്ങനെ അങ്ങ് 0 അത് അങ്ങ് ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ്. സപ്പോസ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 10 എന്ന് പറയുന്നത് വരെ ഉള്ള സൈസ് 0 to 9 ആണെന്ന് വിചാരിക്കാം. അതായത് സൈസ് ടോട്ടൽ സൈസ് എ ഓഫ് 10 വരുന്ന ഒരു അറേ ആണെങ്കിൽ അതിന്റെ എൻഡിന്നും എനിക്ക് ഈ പറയുന്ന സിമിലർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. NQ DQ അങ്ങനെയുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയാം. ഈ ഡബിൾ എൻഡഡ് ക്യൂ രണ്ട് തരത്തിലുണ്ട്. ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡബിൾ എൻഡഡ് ക്യൂ ഉണ്ട്, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ഡബിൾ എൻഡഡ് ക്യൂ ഉണ്ട്. ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് അലോസ് ഇൻസേർഷൻ ഫ്രം ഓൺലി വൺ എൻഡ്. യൂഷ്വലി റിയറിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ ഡിലീഷൻ ഫ്രണ്ടിലോ റിയറിലോ ബോത്ത് എൻഡ്സിലും സാധിക്കും. ഇനി ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ക്യൂ ആണെങ്കിലോ ഇൻസേർഷൻ നമുക്ക് രണ്ട് എൻഡിലും പോസിബിൾ ആയിരിക്കും. ഫ്രണ്ടിലും പോസിബിൾ ആണ്, റിയറിലും പോസിബിൾ ആണ്. പക്ഷേ ഡിലീഷൻ ഫ്രണ്ടിൽ മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്താണെങ്കിൽ ഇൻസേർഷൻ ഒരു എൻഡിലേ പറ്റൂ, ഇതിനകത്ത് ഡിലീഷൻ ഒരു എൻഡിലേ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് സർക്കുലർ ക്യൂ ആണ്. നോർമൽ ക്യൂ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂവിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഈ പറയുന്ന സർക്കുലർ ക്യൂ. അതിനകത്ത് ലാസ്റ്റ് എലമെന്റ് ഓഫ് ദ ക്യൂ ഈസ് കണക്റ്റഡ് ടു ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ക്യൂ ഫോമിങ് എ സർക്കിൾ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു 0th എലമെന്റ്, ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, 4th, 5th, 6th. ഈ 0th എലമെന്റ് ഇതായിരിക്കും ഈ സർക്കുലർ ക്യൂവിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. സപ്പോസ് ഞാനിവിടെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നുണ്ട്. 5, 10, 7, 11 ഇത്രയും വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്തു. 4 വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ എൻ്റർ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് റിയറും ഇൻക്രിമെന്റ് ചെയ്യുമല്ലോ. സോ കറന്റ്ലി മൈ റിയർ ഈസ് ദിസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ശരിക്കും എന്താ പറയുക, ലാസ്റ്റത്തെ എലമെന്റും ഫസ്റ്റത്തെ എലമെന്റും കണക്റ്റഡ് ആയിരിക്കുമെന്ന് മാത്രം.
പക്ഷെ നമുക്ക് പറയാം എന്ത്, നോർമൽ ക്യൂ പോലെ തന്നെയാണ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ റിംഗ് ബഫർ എന്നും വിളിക്കാം. ഓക്കെ, റിംഗ് ബഫർ എന്നും വിളിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് പ്രയോറിറ്റി ക്യൂ ആണ്. പ്രയോറിറ്റി ക്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് എലമെന്റ്സ് പ്രയോറിറ്റി വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതായത് എലമെന്റ്സ് വിത്ത് ഹയർ പ്രയോറിറ്റി വാല്യൂസ് നമ്മൾ ടിപ്പിക്കലി എന്ത് ചെയ്യും, ലോവർ പ്രയോറിറ്റി വാല്യൂസിനേക്കാൾ മുൻപ് തന്നെ റിട്രീവ് ചെയ്യും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളതിനേക്കാളും പ്രയോറിറ്റിക്ക് ആയിരിക്കും അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. സപ്പോസ് ഒരു പ്രയോറിറ്റി ക്യൂവിനകത്തോട്ട് ഒരു ഹൈ പ്രയോറിറ്റി വാല്യൂ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ബി ഇൻസേർട്ടഡ് നിയർ ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. ഇപ്പൊ ലോ പ്രയോറിറ്റി വാല്യൂ ആണെങ്കിൽ ഇറ്റ് മേ ബി ഇൻസേർട്ടഡ് നിയർ ദ ബാക്ക്. ഓക്കെ, നമുക്ക് ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂസും ഉണ്ട്, അസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂസും ഉണ്ട്. ഈ അസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് ലോവർ വാല്യൂസിനായിരിക്കും ഹൈ പ്രയോറിറ്റി കാണാം. അതായത് ഫോർ എക്സാമ്പിൾ 4, 6, 8 എന്നുള്ളതിൽ നമ്മൾ ആദ്യം ഹൈ പ്രയോറിറ്റി വരുന്നത് 4-നായിരിക്കും. അതായത് ലോവർ വാല്യൂനായിരിക്കും ഹയർ പ്രയോറിറ്റി. ഇതിനകത്ത് അസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂവിൽ. ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂവിലാണെങ്കിൽ ഹയർ വാല്യൂലായിരിക്കും ഹയർ പ്രയോറിറ്റി കാണുക. അപ്പൊ ഈ തന്നിട്ടുള്ള 4, 6, 8 ഇതിൽ ഹയർ പ്രയോറിറ്റി ഏതിനാണ്? 8-നാണ്. അതാണ് ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രയോറിറ്റി ക്യൂ നമുക്ക് ബൈനറി ഹീപ്പ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓർത്ത് വെക്കണേ, ബൈനറി ഹീപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ടിപ്പിക്കലി. മിൻ ഹീപ്പ് അല്ലെങ്കിൽ മാക്സ് ഹീപ്പ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അതിലേക്കെല്ലാം വരുന്നതിന് മുന്നേ പ്രയോറിറ്റി ക്യൂവിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഹയർ നമ്പർ ഹാസ് ഹയർ പ്രയോറിറ്റി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഹയർ നമ്പറിനാണ് ഹയർ പ്രയോറിറ്റി എങ്കിൽ അത് ഡിസെൻഡിങ് പ്രയോറിറ്റി ക്യൂ ആണ് അല്ലെ, ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂ ആണ് ഇത്, ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂ. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ആദ്യം എൻ ക്യൂ ഓഫ് 1 പറഞ്ഞു, അതായത് ഇൻസേർട്ട് 1 ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന്റെ ശേഷം ഹയർ നമ്പറിനാണ് ഹയർ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻപുട്സ് നമുക്ക് തന്നിട്ടുണ്ട് 1, 5, 3, 2, 6. സോ നെക്സ്റ്റ് നമ്മൾ 5 ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാണ്, നിയർ ബൈ ഫ്രണ്ട് ആയിരിക്കും. അതിന് 5-ന് ഹയർ പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി ഇൻസേർട്ടഡ് നിയർ ബൈ ദ ഫ്രണ്ട് ഓഫ് ദ ക്യൂ. നെക്സ്റ്റ് നമ്പർ ഈസ് 3 ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ 3ക്ക് 5-നേക്കാൾ പ്രയോറിറ്റി കുറവാണ്, എന്നാൽ 1-നേക്കാൾ പ്രയോറിറ്റി കൂടുതലാണ്. സോ ഇറ്റ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ബിറ്റ്വീൻ 5 and 3. ദാറ്റ് ഈസ് വാട്ട് ഡിസ്പ്ലേഡ് ഹിയർ. And when we try to insert 2, it will be inserted after 3 but before 1. Similarly, in case of inserting enqueuing 6 will be inserted at the front because it has the highest priority. അല്ലേ, ബാക്കിയുള്ളതിനേക്കാൾ എല്ലാം ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് 6-നാണ്. സോ ദിസ് ഇസ് ഹൗ വി ഇംപ്ലിമെന്റ് പ്രയോറിറ്റി ക്യൂ. എങ്ങനെയാണ് എന്നുള്ള പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചത്. ഇതിനകത്ത് നമ്മൾ ഡി ക്യൂ ഓപ്പറേഷൻ പറയുമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഡി ക്യൂവിനകത്ത് തന്നെ നമ്മുടെ 6 ആയിരിക്കും നമുക്ക് എന്തായി പോകുന്നത്, ഡിലീറ്റ് ആയി പോകുന്നത്. ദെൻ 5 will be removed, then 3 will be removed, then 2 and finally 1 will be removed. Okay, that's the order in which DQ operation will be performed in this priority queue. Since this is a descending order priority queue, this is the order in which the DQ operation is performed. Okay, priority ക്യൂവിനകത്ത് എങ്ങനെയാണ് പ്രയോറിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? ബേസിക്കലി എലമെന്റിന്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രയോറിറ്റി ഡിറ്റർമിൻ ചെയ്യുക. ബൈ ഡിഫോൾട്ട് ഹയർ വാല്യൂനായിരിക്കും ഹയർ പ്രയോറിറ്റി. നമ്മളിപ്പോൾ ഇവിടെ ഹയർ നമ്പർ ഹാസ് ഹയർ പ്രയോറിറ്റി, അതായത് ഡിസെൻഡിങ് ഓർഡർ പ്രയോറിറ്റി ക്യൂ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് പ്രയോറിറ്റി വരുന്നത്. അതായത് ഈ ഹയർ വാല്യൂവിനാണ് ഹയർ പ്രയോറിറ്റി എങ്കിൽ അത് മാക്സ് ഹീപ്പ് ബിഹേവിയർ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. ലോവർ വാല്യൂവിന് അപ്പോൾ ലോവർ പ്രയോറിറ്റി ആയിരിക്കും.
ഇനി റിവേഴ്സ് റൂൾ ആണെങ്കിലോ, അതായത് ലോവർ വാല്യൂവിന് ഹയർ പ്രയോറിറ്റി ആണെങ്കിൽ, ലോവർ വാല്യൂവിനാണ് ഹയർ പ്രയോറിറ്റി എങ്കിൽ അത് മിൻ ഹീപ്പ് ബിഹേവിയർ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറയാം. ഈ ടെർമിനോളജീസ് ഓർത്ത് വെക്കണം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമേ. എങ്ങനെയാണ് പ്രയോറിറ്റി ക്യൂ ബൈനറി ഹീപ്പ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബൈനറി ഹീപ്പ് എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ ആണ്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് കാണും. അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഈ ബൈനറി ഹീപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ട്രീ ആയിരിക്കും. എന്താണ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് നമുക്ക് സംശയം തോന്നും. ട്രീസ് നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിലും പറയാണ്, കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൈനറി ട്രീ ആണ്. അതിനകത്ത് ബൈനറി ട്രീയുടെ എല്ലാ ലെവൽസും ഫിൽഡ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട്. ഇൻ കേസ് അങ്ങനെ ഫിൽ അല്ല എങ്കിൽ തന്നെ ലോവസ്റ്റ് ലെവൽ നോട്ട്സിനകത്ത് മാക്സിമം ലെഫ്റ്റിലേക്കുള്ള എല്ലാ നോട്ട്സും ഫില്ലായിരിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സേ എ, ബി, ഈ രണ്ടാമത്തെ ലെവൽ ഫില്ലാണ്. ഇനിയിപ്പം മൂന്നാമത്തെ ലെവലിലേക്ക് ഞാൻ പോകുമ്പോൾ ഡി, ഇത് എൻട്രി ചെയ്തു, ഇ, ഇത് രണ്ടും ഫില്ലാണ്. ഇനി എനിക്ക് എന്താ പറയുക, നെക്സ്റ്റ് സി എന്ന് പറയുന്ന നോഡിൽ നിന്ന് വേണമെങ്കിൽ 2 ചൈൽഡ് നോഡ്സ് പോസിബിൾ ആണ്. ആ പോസിബിൾ ആയിട്ടുള്ള ചൈൽഡ് നോഡ് ലെഫ്റ്റിലേക്കാണ് എങ്കിൽ എനിക്ക് പറയാം ഇതിനൊരു കംപ്ലീറ്റ് ട്രീ ആണെന്ന്. ഇൻ കേസ് ഇഫ് ഇറ്റ് വാസ് ടു the right of this node, then I cannot say that this is a complete tree, because that doesn't come under the complete binary trees definition. Suppose f എന്ന് പറയുന്ന നോഡ് ലെഫ്റ്റിലോട്ട് ആയിരുന്നെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത് special type of binary tree where all levels of the tree are filled completely except the lowest level nodes, which are filled from as left as possible. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എഫ് ഈ ലെഫ്റ്റിലോട്ട് ആണെങ്കിൽ എനിക്ക് പറയാം ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണെന്ന്. ബട്ട് ഇഫ് ഇറ്റ് വാസ് ടു ദ റൈറ്റ് ഓഫ് ദ നോഡ് സി, then I cannot say that this is a complete binary tree. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈനറി ഹീപ്പ് എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീ തന്നെയാണ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് അതൊരു കംപ്ലീറ്റ് ട്രീ ആയിരിക്കും. അതെന്തിനാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം വെച്ചാൽ എങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് അറേക്കകത്ത് ഈ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ അറേ റെപ്രസെന്റേഷൻ പറയുമ്പോൾ 0th ഇൻഡെക്സിലായിരിക്കും എ സ്റ്റോർ ചെയ്യുന്നത്, 1 നമുക്ക് ബി സ്റ്റോർ ചെയ്യാം, 2 സി സ്റ്റോർ ചെയ്യാം, 3, 4, 5. ഇൻ കേസ് ഇത് ബ്ലാങ്ക് ആയിരുന്നെങ്കിൽ 5 ഞാൻ ബ്ലാങ്ക് ആയിട്ടിട്ട് ഇത് ഞാൻ 6 സ്റ്റോർ ചെയ്യേണ്ട വന്നേനെ. ഈ എഫ് ഇങ്ങോട്ടാണ് റൈറ്റിലോട്ടാണ് കിടന്നിരുന്നതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ ക്യാൻ ഈസിലി സ്റ്റോർ ദീസ് വാല്യൂസ് ഇൻ എൻ അറേ. വേറെ കോംപ്ലക്സിറ്റീസ് ഒന്നും ഇതിനകത്ത് കാണില്ല. അതുപോലെ തന്നെ ഒരു ബൈനറി ഹീപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈദർ മിൻ ഹീപ്പ് ഓർ മാക്സ് ഹീപ്പ്. മാക്സ് ഹീപ്പ് നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് നമ്പേഴ്സ് എലമെന്റ്സ് ആയിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി കാണുക, മറ്റത് ലോവസ്റ്റ് എലമെന്റ്സിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി കാണുക. ഏതിനകത്ത്? മിൻ ഹീപ്പിനകത്ത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, അങ്ങനെയാണെങ്കിൽ ലോവസ്റ്റ് വാല്യൂവിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ മിൻ ഹീപ്പ് ഞാൻ ഒരു ട്രീ ആയിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ബൈനറി ഹീപ്പിനകത്ത് ഈ പറയുന്ന ട്രീക്കകത്ത് പ്രസന്റ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിലെയും ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ് ആയിരിക്കും എൻ്റെ റൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? സിമിലർലി മാക്സ് ഹീപ്പ് ആണെങ്കിലോ എൻ്റെ റൂട്ട് എന്ന് പറയുന്നത് it must be maximum among all keys present in the binary heap, അല്ലേ? അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഒരു ബൈനറി ഹീപ്പ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് നമ്മൾ സാധാരണ പെർഫോം ചെയ്യുന്നത് പോലെ ഇൻസേർഷൻ, ഡിലീഷൻ എല്ലാ ഓപ്പറേഷൻസും പോസിബിൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാക്സിമം വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എടുക്കാം, അതുപോലെ തന്നെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്പറേഷൻസും കൂടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലെ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ബൈനറി ഹീപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. മാക്സ് ഹീപ്പ് തന്നിട്ട് നമ്മുടെ അടുത്ത് പറയും അതിന് ഇന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ കറന്റ്ലി എന്തായിരിക്കും റൂട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സിൽ എന്തായിരിക്കും, ഇന്ന എലമെന്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിന്റെ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ എന്തായിരിക്കും, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ,
സപ്പോസ് നമ്മുടെ ബൈനറി മാക്സ് ഹീപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ബൈനറി മാക്സ് ഹീപ്പ് എന്ന് പറയുന്നത് 45, 31, 20, then 14, then ഈ 31 ഒരു 7 പോട്ടെ, then 14 ഒരു 7 പോകുന്നുണ്ട്, then ഇങ്ങോട്ടേക്ക് ഒരു 11 പോകുന്നുണ്ട്. ഓക്കെ, then 20 ലെവൽസ് എല്ലാം എനിക്ക് കംപ്ലീറ്റ് ആയിരിക്കണ്ടേ. സോ എൻ്റെ ഈ തേർഡ് ലെവൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എൻ്റെ എലമെൻറ്റ്സ് 12 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്. സപ്പോസ് എനിക്കൊരു പുതിയ നോഡ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം, പുതിയൊരു എലമെന്റ് എനിക്ക് ഇൻസേർട്ട് ചെയ്യണം, വിച്ച് ഇസ് 32 എന്ന് പറയുന്ന വാല്യൂ ആണ് എൻ്റെ ആ നോഡിൻ്റെത്. ഇതെൻ്റെ മാക്സ് ഹീപ്പ് ആണ്, ബൈനറി മാക്സ് ഹീപ്പ് ആണ്. ഓക്കെ, 32 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്കറിയാം എന്താണ് ബൈനറി ഹീപ്പ് ആണെങ്കിൽ ഇതെന്തായിരിക്കണം, കംപ്ലീറ്റ് ബൈനറി ട്രീ ആയിരിക്കണം. അതായത് ലെഫ്റ്റിലോട്ടായിരിക്കണം എലമെന്റ്സ് മാക്സിമം ഞാൻ ഫില്ല് ചെയ്ത് പോകേണ്ടത്. സോ ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും എനിക്ക് ആ 32 എനിക്ക് ഇവിടെ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇതെന്റെ ബൈനറി മാക്സ് ഹീപ്പ് ആണ്. അതായത് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോറിറ്റി കൂടും. അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, എനിക്ക് എൻ്റെ വാല്യൂ ഷിഫ്റ്റ് അപ്പ് ചെയ്യേണ്ടി വരും ചില കേസിൽ എനിക്ക് ഷിഫ്റ്റ് ഡൗൺ ചെയ്യേണ്ടി വരും. രണ്ട് ഓപ്പറേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഷിഫ്റ്റ് അപ്പ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഡൗൺ. ഈ ട്രീ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത് ഈ രണ്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തുകൊണ്ടാണ്. ഷിഫ്റ്റ് അപ്പ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട് എലമെന്റിനെ, കീനെ അല്ലെങ്കിൽ നോഡിനെ മൂവ് ചെയ്യിക്കുക. ഡൗൺ എന്ന് പറയുമ്പോൾ താഴോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പൊസിഷനിലായിരിക്കണം ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ. ഇപ്പൊ 32ഉം 7ഉം വന്നു കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് എനിക്കറിയാം 32 എന്ന് പറയുന്നത് 7നേക്കാളും പ്രയോറിറ്റി കൂടുതലാണ്. സോ 7 വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് 32 അല്ലേ. 7 വിൽ ബി ഷിഫ്റ്റ് ഡൗൺ ആൻഡ് 32 വിൽ ബി ഷിഫ്റ്റ് അപ്പ്. ദെൻ ഞാൻ പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 31ഉം 32 ആണ് കാണുന്നത്. സോ ദിസ് 31 വിൽ ബി മൂവ് ഡൗൺ, ഐ മീൻ ഷിഫ്റ്റ് ഡൗൺ ടു ഹിയർ ആൻഡ് 32 വിൽ ബി ഷിഫ്റ്റ് അപ്പ് ടു ഹിയർ. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുന്ന കേസാണ് അല്ലേ. ഇനി എനിക്ക് ഒരു നോഡ് ഇന്ന് ഡിലീറ്റ് ചെയ്യണം. സപ്പോസ് ഞാൻ ഈ 45 എന്ന് പറയുന്ന റൂട്ട് നോഡ് തന്നെ ഡിലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. റൂട്ട് നോഡ് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബൈനറി ട്രീക്കകത്ത് നമ്മളൊരു നോഡ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഏറ്റവും ലാസ്റ്റ് ലെവലിൽ നമ്മൾ കാണുന്ന റൈറ്റ് മോസ്റ്റ് നോഡ് ഏതാണോ അതായിരിക്കും റൂട്ടായിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്ലേസ് ചെയ്തതിന് ശേഷം ദെൻ ഷിഫ്റ്റ് അപ്പും ഷിഫ്റ്റ് ഡൗണും പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 7 ആണ് ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്ന നോഡ്. അത് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് 45 ഞാൻ അങ്ങ് റൂട്ട് നോഡായിട്ട് അങ്ങ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി 32 എന്ന് പറയുന്ന ഈ ഒരു നോഡ് അതായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ 7നെ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് ഷിഫ്റ്റ് അപ്പ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്. കാരണം 32 ഈസ് ഗ്രേറ്റർ ദാൻ 7 ആൻഡ് ഹിയർ അവർ ഹീപ്പ് ഇസ് ബൈനറി മാക്സ് ഹീപ്പ്. സോ 32 ഹാസ് ടു കം ഹിയർ. സോ 7നെ ഞാൻ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് 32നെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്തു. ദെൻ 7 ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ എനിക്കറിയാം ദെൻ നെക്സ്റ്റ് കംപ്ലീറ്റ് ആവാത്ത നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 31 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ അങ്ങ് കിടക്കുന്നുണ്ട് അല്ലേ. ഈ റൈറ്റിലോട്ട് ഒരു വാല്യൂ കിടക്കുന്നുണ്ട്. ലെഫ്റ്റിലുള്ളതിന് എനിക്ക് എന്താണ്, ലെഫ്റ്റിലുള്ള നോഡിന് എനിക്ക് ലെഫ്റ്റും റൈറ്റും എല്ലാം എന്തുണ്ട്, നോട്ട്സ്, ചൈൽഡ് നോട്ട്സ് ഉണ്ട്. സോ ഐ വിൽ ബി കൺസിഡറിങ് 31 ഓൺലി. 31's വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 7 അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ 31 ഞാൻ ഷിഫ്റ്റ് അപ്പ് ചെയ്യും, 7 ഞാൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ഡൗൺ ചെയ്യും. സോ മൈ ന്യൂ ബൈനറി മാക്സ് ഹീപ്പ് വിൽ ബി 32. ദെൻ ഇവിടെ ഒരു 31 കിടപ്പുണ്ടായിരിക്കും. ഇങ്ങോട്ടേക്ക് ഇവിടെ യാതൊരു ചേഞ്ചും കാണില്ല, റൈറ്റിലോട്ടുള്ള സബ് ട്രീയിൽ യാതൊരു ചേഞ്ചും കാണില്ല. 20, 12, 18 അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. ഈ 31ന്റെ ചിൽഡ്രൻ ആരൊക്കെയായിരിക്കും, 14 ഉണ്ടായിരിക്കും, ദെൻ 7 ഉണ്ടായിരിക്കും. നമ്മൾ ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് 7. 14ന്റെ നോട്ട്സിന് ചേഞ്ചസ് ഒന്നും കാണില്ല. 11 വിൽ ബി ദർ ആൻഡ് 7 വിൽ ബി ദർ. ഓക്കെ, നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഓപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ പ്രയോറിറ്റി ക്യൂവിന്റെ ഭാഗമായി തന്നെ ഇത് പറഞ്ഞത്.
സോ ഈ ഒരു ക്യൂസിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫർദർ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായി തന്നെ നമ്മുടെ നോട്ട്സിനകത്ത് നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ദാറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മറക്കാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് വായിച്ചു നോക്കാൻ വിട്ടുപോകരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും കോൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ തന്നെ കുറച്ച് ലോജിക്കും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.